ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നാറ്റ 2021 ജൂലൈ സെഷൻ്റെ ഒരു എക്സാം അനാലിസിസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പുതിയ എക്സാം അനാലിസിസ് ബേസ്ഡ് ഓൺ സ്റ്റുഡൻസ് റെസ്പോൺസ് ആണ്. പല രീതിയിൽ നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് ആ ഡാറ്റാസിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനാലിസിസ് വീഡിയോ ആണിത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് റെസ്പോൺസ് ഓഫ് വേരിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഇന്ത്യയിലെ പല ഭാഗത്തുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ സ്റ്റുഡൻസിൻ്റെ ഒരു റെസ്പോൺസ്, പലയിടത്തു നിന്നായി കിട്ടിയിട്ടുള്ള റെസ്പോൺസസിൻ്റെ ഒരു ബേസിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചാർട്ടാണിത്. അപ്പോൾ 14% സ്റ്റുഡൻസ് ഈസി എക്സാമായും 10% കാൺസേ, 45% ഡിഫിക്കൽട്ട്, 30% മോഡറേറ്റ്. ഈ ഒരു സ്റ്റാറ്റസിലാണ് ജനറലി വന്നിട്ടുള്ളത്. അപ്പം ഞാനും എൻ്റെ ജനറലായിട്ടുള്ള എൻ്റെ ഒരു അസംഷനുള്ള റിവ്യൂവിൽ പറഞ്ഞത് എക്സാം നോട്ട് ടു ഈസി ബട്ട് നോട്ട് ഡിഫിക്കൽട്ട് എന്നായിരുന്നു. അപ്പോൾ ഇതിൽ മോഡറേറ്റും ഈസിയും കൂടി കൂട്ടി കഴിഞ്ഞാൽ ഏകദേശം 45.2 ആണ് വരുന്നത്. ഡിഫിക്കൽട്ട് 45.8 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതർ സ്റ്റുഡൻസിൻ്റെ റിവ്യൂവിൽ ജനറലി പറയുന്നത് കൂടുതൽ കുട്ടികൾ അവകാശപ്പെടുന്നത് എക്സാം സ്ലൈറ്റ്ലി ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡറേറ്റും ഈസിയും പറയുന്ന കുട്ടികൾ ഏകദേശം അതിനോട് വളരെ ക്ലോസ് ആയിട്ട് തന്നെയുണ്ട്. ഒരു 1% ഒരു വേരിയേഷനാണുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജനറലായിട്ട് ഞാനൊരു ഇത് നടത്തിയിട്ടുണ്ടായിരുന്നു, സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇനിയും പങ്കെടുക്കാം. പക്ഷെ ഞാൻ ഇതുവരെ പങ്കെടുത്തിട്ടുള്ള കുട്ടികളുടെ ആ ഒരു ഡാറ്റാ ബേസിസിൻ്റെ ഒരു ഇതിലും കാര്യങ്ങളിലും ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു ഓരോ സ്റ്റുഡൻസ് എന്നുള്ളതാണ്. അത് വെറുതെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും കറക്കി കുത്താം, അങ്ങനെയല്ല. മോർ ദാൻ 80% ചാൻസ് ഓഫ് കറക്റ്റ്, അതായത് ഓൾമോസ്റ്റ് ഒരു കറക്റ്റാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എത്ര ക്വസ്റ്റ്യൻസ് അവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒരു എബോവ് 120, അത് 125 ക്വസ്റ്റ്യൻസിൽ 120 വരെ കറക്റ്റ് ആവാൻ സാധ്യതയിൽ അവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് 14% പറയുന്നു. 110 to 120 13%. ഒരു 100-110 ക്വസ്റ്റ്യൻ വരെ ശരിയാവുന്നു 19% പറയുന്നു. അല്ല 90 മുതൽ 100 വരെയാണെന്ന് ഒരു 15% പറയുന്നു. 90ക്ക് താഴെ ഒരു 80, 85, 75 അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു റേഞ്ചിൽ വരുന്ന അറ്റംപ്റ്റ് വളരെ, അതല്ലെങ്കിൽ അതിനേക്കാളും കുറവോ ഉള്ളൊരു അറ്റംപ്റ്റ് പറയുന്നത് 39% ആണ്. ഇത് കറക്റ്റാണെന്നല്ല, കറക്റ്റാണ് വിശ്വാസത്തിൽ അവർ അറ്റൻഡ് ചെയ്തു എന്നാണ്, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചിൽ അറ്റൻഡ് ചെയ്തു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അറ്റംപ്റ്റും അത് ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്നൊക്കെ നിങ്ങൾക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ചാർട്ട് കാണുമ്പോൾ എത്ര മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന്. ഒരു 150യുടെ അടുത്തൊക്കെ 11% പ്രതീക്ഷിക്കുന്നുണ്ട്. 140 എബവ് 11% പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, 1% പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, 140 എബവ്. 130 എബവ് ഇതുപോലത്തെ 3% പ്രതീക്ഷിക്കുന്നുണ്ട്. 120 എബവ് 9% പ്രതീക്ഷിക്കുന്നുണ്ട്. 110-ഉം 120-നും 14%. അതുപോലെ തന്നെ 100-ഉം 110-നും 16%. 100-ന് താഴെ ഒരു 46% പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാനും നമ്മുടെ സർവേയിൽ പറഞ്ഞത് ടോപ്പ് മാർക്ക് 140, 145 ഒക്കെ വരുന്നതാണ്. ഇപ്പോൾ 45-ന് മുകളിൽ ഇപ്പോൾ 150 ഒക്കെ കിട്ടാം, ബുദ്ധിമുട്ടൊന്നുമല്ല. ആ ഒരു ലെവലിലുള്ളൊരു പേപ്പറായിരുന്നു. അപ്പോൾ നമ്മളൊരു സജഷൻസിൻ്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇഗ്നൈറ്റ് സ്റ്റുഡൻസ് ഞാൻ ഇൻറ്റേർണലായി നടത്തിയിട്ടൊരു സർവേയുടെ ഒരു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ 140 എബവ് 9.1% സ്റ്റുഡൻസാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ 130 to 140 ഇടയിൽ 13% സ്റ്റുഡൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 120 മുതൽ 130 വരെയും 23% സ്റ്റുഡൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. 110 മുതൽ 120 വരെ ഏകദേശം 39% സ്റ്റുഡൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. 110-ന് താഴെ 15% ആണ് പ്രതീക്ഷിക്കുന്നുള്ളത്. അതായത് ഒരു മിനിമം ഗ്യാരണ്ടിയാണ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അതായത് നോട്ട് ടു ഈസി എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു ടഫർ സൈഡിലേക്ക് എന്ന് പറഞ്ഞിട്ടത് വളരെ കുറവ്, ഒരു 15% സ്റ്റുഡൻസ് മാത്രമാണ് ഒരു ടഫർ സൈഡിലേക്കായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇപ്പോഴത്തെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. റിസൾട്ട് വരുമ്പോൾ നമ്മൾ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടും ഇതുപോലത്തെ വീഡിയോസ് ഞാൻ എല്ലാ വട്ടവും ചെയ്തിടാറുണ്ട്. നമ്മുടെ റിസൾട്ടൊക്കെ നമ്മളിതിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യും നമ്മുടെ ചാനലിലൊക്കെ തന്നെ.
ഇനി പോലും ഇത് സ്റ്റുഡൻസിന് ഇപ്പോൾ നമ്മുടെ പെർഫോമൻസ് ഏതൊരു ലെവലിലാണ് വന്ന് നിൽക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ബിഗിനേഴ്സ് സ്റ്റുഡൻസ് ഒരു 15% ആണ് 110 താഴെ വരുള്ളൂ. അപ്പോൾ അതിനേക്കാളും കുറവ് പെർസെൻറ്റേജ് ആയിരിക്കും 100 കുറവ് പ്രതീക്ഷിക്കുന്ന കുട്ടികളുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഇതുവരെ കിട്ടിയിട്ടുള്ളൊരു റെസ്പോൺസിൻ്റെ ബേസിസിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു അനാലിസിസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ പേർക്ക് ഇനിയും വോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കയറിയിട്ട് വോട്ട് ചെയ്യാം. നമ്മുടെ ടെലഗ്രാം ചാനലിൽ JEE മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ JEEയുടെ എക്സാം ഡേറ്റ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും 27 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് റിപ്പീറ്റേഴ്സ് ബാച്ചിൻ്റെ അഡ്മിഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്റ്റാർട്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിടാവുന്നതാണ്. 25 സ്റ്റുഡൻസിന് വേണ്ടി മാത്രമാണ് നമ്മൾ റിപ്പീറ്റ് ബാച്ച് കൊടുക്കുന്നത്. 25 സ്റ്റുഡൻസ് ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ ബാച്ച് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. നമ്മളവിടെ ഓൺലൈനിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഓഫ്ലൈൻ ഗവൺമെൻറ് അലോ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിം ഫീസിൽ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എസ്പെഷ്യലി ഡ്രോയിങ്ങിൻ്റെയും മറ്റും ക്ലാസ്സസ് ഓഫ്ലൈൻ കിട്ടുന്നത് വളരെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുണ്ട്. അപ്പോൾ അത് അത്തരം ക്ലാസ്സുകളൊക്കെ നമ്മൾ ഓഫ്ലൈനും ഈ സെയിം ഫീസിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ഹലോ, എൻ്റെ പേര് അഭിരാമി എന്നാണ്. ഞാൻ ഇഗ്നൈറ്റിലത്തെ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇന്ന് നടന്ന നാറ്റ എക്സാം കുഴപ്പമില്ലാത്ത എക്സാം ആയിരുന്നു. ഭയങ്കര ഈസി എന്ന് പറയാനും പറ്റില്ല, പക്ഷെ ഭയങ്കര ടഫും ആയിരുന്നില്ല. ഇഗ്നൈറ്റിൽ പഠിപ്പിച്ച കുറേ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലും സെയിം ടൈപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഡിസൈൻ പ്രിൻസിപ്പൽസ് പഠിപ്പിച്ച പോലെ തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സെയിം ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയതായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 30 seconds കണ്ടിട്ട് അതിന് ബേസ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് പറയാനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കോച്ചിങ് ഒക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങള് സാറ്, സോനു സാറ്, പ്രണവ് സാറ്, നിതീഷ് സാറ്, പിന്നെ സെനിയ മിസ്, പിന്നെ എല്ലാ ടീച്ചേഴ്സും അടിപൊളിയായിരുന്നു. ജൂബി മിസ്, എല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ട് പഠിപ്പിച്ചു. അഭിലാഷ് സാർ ആണെങ്കിലും സെന മിസ് ആണെങ്കിലും എപ്പോൾ ഡൗട്ട് ചോദിച്ചാലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ ഓവറോൾ നല്ല റിവ്യൂ ആണ് ഉള്ളത്. ഇഗ്നൈറ്റ് നല്ല യൂസ്ഫുൾ ആയിരുന്നു. താങ്ക് യു. എക്സാം കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ സെയിം ലാസ്റ്റ് ടൈം പോലെ തന്നെയായിരുന്നു എക്സാം. പക്ഷെ ഈ പ്രാവശ്യം റിഡിൽസ് ഒക്കെ കുറച്ച് കുറവുമായിട്ട് തോന്നി. എനിക്കത് ഒരു ക്വസ്റ്റ്യൻ മാത്രമായിരുന്നു റിഡിൽ മാതിരി എനിക്ക് തോന്നിയുള്ളൂ. അത് നമ്മുടെ ആപ്പിൽ ഉണ്ടായിരുന്ന സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഏത് വേർഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാലും പിന്നെ അപ്സൈഡ് ഡൗൺ ആക്കിയാലും സെയിം വരുന്നത്, നൂൺ പറഞ്ഞിട്ടുള്ള ആൻസർ വരുന്നത്, അതൊക്കെ സെയിം ക്വസ്റ്റ്യൻ. അപ്പൊ തന്നെ നമുക്ക് എഴുതാവുന്ന മാതിരിയുള്ളായിരുന്നു, ഒട്ടും ആലോചിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പിന്നെന്ന് വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പാറ്റേൺ മനസ്സിലായതുകൊണ്ട് ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻ എടുത്തെടുത്ത് വായിച്ച് കുറച്ച് ടൈം പോയ മാതിരി തോന്നി എനിക്ക്. അവസാനം ഇപ്പൊ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു 3 questions എനിക്ക് ക്വസ്റ്റ്യൻ വായിക്കാണ്ട് ആൻസർ ചെയ്യേണ്ടി വന്നു. പിന്നെ 30 സെക്കൻഡിന്റെ സംഭവം, 30 സെക്കൻഡ് പിക്ചർ കാണിച്ചിട്ടുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു എന്താ പറയാ, തുടങ്ങുന്നതിന് മുന്നേ ആ സെക്ഷൻ ബി തുടങ്ങുന്നതിന് മുന്നേ ഒരു ഇത് കാണിച്ചിരുന്നു. ഇപ്പൊ പിക്ചർ കാണിക്കും എങ്ങാണ്ട് ഉണ്ടായിരുന്നു. ബട്ട് ഈ പ്രാവശ്യം സെക്ഷൻ ബി നെക്കിപ്പോ എന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ നമ്മൾ കുറച്ച് ഞെട്ടി, അതിന്റെ ഒരു കുറച്ച് ടൈം പോയി അപ്പൊ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാനായിട്ട്. പിന്നെ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റുണ്ടായിരുന്നു, എത്ര സിമെട്രിക് ലൈൻസ് വരും, ആക്സിയൽ ലൈൻസ് ഉണ്ടായാലാണ് സംഭവം എന്നിട്ട് സിമെട്രി ആവണമെന്ന് അങ്ങനെ എന്തോ ഒരു ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കുറച്ച് കൺഫ്യൂസിങ് വരെയായിരുന്നു. അത് കുറച്ച് ഡിഫിക്കൽട്ട് പാറ്റേൺ വരെയായിരുന്നു. പിന്നെ സെന്റൻസ്, മറ്റേ പാരഗ്രാഫ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത് ഇഗ്നൈറ്റിലെ സെയിം തന്നെ, ആ സെയിം ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പാരഗ്രാഫ് സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും. പിന്നെ അറിയില്ല, പിന്നെ കുറച്ച് GK മാരത്യം ഉണ്ടായിരുന്നു, ഒട്ടും അറിയാത്ത മാരത്തി ടോപ്പിക്, എന്തോ ഒരു ഇത് എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് ആയിട്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഓൾഡ് പെയിന്റിങ്സ്, ആർട്ട് മൂവ്മെന്റ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് ലാംഗ്വേജ് ലൈക്ക് ഈ മലയാളത്തിന്റെ ലെറ്റേഴ്സ്, മലയാളം, തെലുങ്കു, കന്നഡ, അത് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ബിൽഡിങ്സ്,
ലൈക്ക് ഓരോ ടൈപ്പ് ഓഫ് ഹൗസസ് എന്നിട്ട് ഏതൊക്കെ സ്ഥലത്തെ ഹൗസസ് ആണുള്ളത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരെയായിരുന്നു. കാരണം വെറുതെ മാച്ച് ദ ഫോളോയിങ് ആയിരുന്നില്ല, അത് അവർ എടുത്തെഴുതി പിന്നെ PQR എന്നിട്ട് കൊടുത്ത്, അപ്പൊ എനിക്ക് പറയാനറിയില്ല, അങ്ങനെ ഒരു സംഭവമായിരുന്നു. അത് കുറച്ച് ടൈം എടുക്കും, നമുക്ക് ആൻസർ കിട്ടിയാലും സംഭവം ലൊക്കേറ്റ് ചെയ്യാന്നുള്ള സാധനം കുറച്ച് ടൈം പിടിക്കണ മാതിരിയായിരുന്നു. പിന്നെ മറ്റേ ആ ലൊക്കേറ്റിംഗ് മരത്തി ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഇമേജ് തന്നിട്ട് ഏത് സ്ഥലത്താണ് ടേർട്ടിലുള്ളതെന്നൊക്കെ കണ്ടുപിടിക്കാൻ, അത് കുറച്ചധികം ബുദ്ധിമുട്ടുമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഡിഫറൻസസ് കണ്ടുപിടിക്കാനുള്ള 3 questions എങ്ങാണ്ട് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻസ്. എക്സാം എളുപ്പം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ തോന്നിയത്, പക്ഷെ ഈ പ്രാവശ്യം പിള്ളേര് പ്രിപ്പയർഡ് ആയതുകൊണ്ട് ചിലപ്പോ ലൈക്ക് മാർക്കിന് ഫ്ലക്ച്വേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അറിയില്ല. അങ്ങനെ റിവ്യൂ കുറച്ച് പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പിന്നെ ആർക്കിടെക്ചർ ടേംസ്, പിന്നെ പാസേജസ് ഉണ്ടായിരുന്നു, റിഡിൽസ് ഉണ്ടായിരുന്നു, പിന്നെ പസിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ, പിന്നെ കുറച്ച് വെറൈറ്റി പുതിയ ഞാൻ കേൾക്കാത്ത കുറച്ച് ടേംസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ ഒരു ക്വസ്റ്റ്യൻ, എൻവയോൺമെന്റിന്റെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഫസ്റ്റ് നാറ്റയിൽ ഉണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ്. കഴിഞ്ഞ നാറ്റയിൽ ഇതുപോലെ ഡിസൈൻ പ്രിൻസിപ്പിൾസ് അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ നമ്മൾ പുതിയതായിട്ട് കേട്ടതുകൊണ്ടൊക്കെ അതൊക്കെ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഈ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ളതൊക്കെ അതൊക്കെ ഒന്നുകൂടിയും, പിന്നെ ഇംഗ്ലീഷിന്റെ അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്, പാസേജസ് അങ്ങനെ വരുന്നതൊക്കെ നമുക്ക് ഒന്നും കൂടി പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റി. പിന്നെ പസിൽസ്, റിഡിൽസ് അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ മെയിൻ ആയിട്ട് ഈ പ്ലാൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ അതൊക്കെ നമുക്ക് കഴിഞ്ഞ നാറ്റൊക്കെ അറിയണ്ടായിരുന്നില്ലല്ലോ ഇങ്ങനത്തെ ഒക്കെ വരുമെന്ന്. അത് കാരണം തന്നെ ഇപ്രാവശ്യം അങ്ങനത്തെ കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് എളുപ്പമായിട്ട് തോന്നി. എളുപ്പമൊന്നുമല്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആ പാറ്റേണും പിന്നെ മാറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായല്ലോ. അപ്പൊ അതനുസരിച്ച് പഠിച്ചപ്പോൾ കുറച്ച് ഭേദം എന്ന് പറയാം. പിന്നെ ഇഗ്നൈറ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നന്നായി. പിന്നെന്താ, പിന്നെ ഒരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിഫറൻഷ്യൽ ചോയ്സ് അല്ലേ, അതില് എല്ലാ ക്വസ്റ്റ്യൻസും ശരിയായാല് മാർക്ക് തരുള്ളൂ. ഒരെണ്ണം തെറ്റിയ ഫുള്ള് പോയി. അത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മ സെലക്ട് ചെയ്ത ഓപ്ഷൻസിനനുസരിച്ച മാർക്ക് വരണുണ്ടായി. അപ്പൊ ആ ഒരു പ്രശ്നം വന്നു. അതുകൊണ്ട് കുറെ ക്വസ്റ്റ്യൻസ് പോവല്ലോ ഡൗട്ട് ഉണ്ട്. എന്നാലും എന്താന്നറിയില്ല, നമ്മ പഠിച്ച പോലത്തെ ക്വസ്റ്റ്യൻസ് വന്നോണ്ട് കുറച്ച് ഭേദമായി തോന്നി കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് വേറെ വന്നത് വേറെ ആയിരുന്നു. ഏകദേശം ഒരേപോലെ തോന്നണ, അത് കുറച്ച് ബെറ്റർ അങ്ങനെയും പറയാം.